சூப்பரா இருக்குண்ணா அப்படியே. നല്ല മഞ്ഞിറങ്ങി വരുന്നു. ഹായ് ഫ്രണ്ട്സ്, കാച്ചിപ്പള്ളി ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയ കുഞ്ഞു യാത്രയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളിവിടെ ആനയിറങ്ങിൽ വരെ പോയ ഒരു കുഞ്ഞു യാത്ര. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് പങ്കുവയ്ക്കാൻ നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്താറായപ്പോഴത്തേന് നല്ല മഴ. പിന്നെ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ മഴ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകാം. നമ്മളിവിടെ ആനയിറങ്ങിൽ എത്തിയിട്ടുണ്ട്. മഴ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ മഴയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ പതുക്കെ പോവുകയാണ് താഴത്തേക്ക്. നല്ല മഞ്ഞും നല്ല തണുപ്പല്ലേ അച്ഛേ? ആ, അയ്യോ ഗൈസ്, ആനയിറങ്ങൽ ഡാം ആട്ടോ കാണണേ. അടിപൊളി വ്യൂ. ആനയിറങ്ങൽ ഡാം. നമുക്ക് കെട്ടിൻ്റെ അങ്ങോട്ട് പോവാം. ഇതേ മഞ്ഞിറങ്ങി വന്നുണ്ട്. അയ്യോ നല്ല തണുപ്പേ. മഴയും കൂടെ പെയ്തപ്പം സുഖമായി. അടിപൊളി വ്യൂ. ഫ്രണ്ട്സ്, ഈ ഡാമിന്റെ പരമാവധി സംഭരണശേഷി എന്ന് പറഞ്ഞത് 1204.88 ഘനയടിയാണ്. അതുപോലെ തന്നെ ഈ ഡാം നിർമ്മിച്ചേക്കണോ, ഇത് കല്ലും മണ്ണും മാത്രം ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചേക്കുന്നത്. അതുകൊണ്ട് ഒരു ചാക്ക് സിമെന്റ് പോലും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. ഇതവിടെ ഒരു വെള്ളച്ചാട്ടം. വെള്ളം ഓവർഫ്ലോ. അങ്ങനെ ഒരു അടിപൊളി മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡാമിൻ്റെ അവിടെ നിന്ന് കയറി ഞങ്ങൾ താഴത്തോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഞങ്ങൾ ആനയിറങ്ങിൽ വന്ന് പോകുമ്പോൾ സ്ഥിരം കയറാറുള്ളൊരു കടയാണ് കേട്ടോ ഇത്. ഇത് ചേട്ടയുടെ കൂട്ടുകാരനും കൂടെയാണ്. അപ്പം ചേട്ടൻ നടത്തുന്ന ഷോപ്പാണത്. ഇവിടെ അടിപൊളി ചായ, മാഗി, ബ്രെഡ് ഓംലേറ്റ്, ചോളം, പൈനാപ്പിൾ, ഉപ്പുമുളക് ഇട്ടതൊക്കെ കിട്ടും കേട്ടോ. അടിപൊളി കടയാണ്. പിന്നെ ഞങ്ങളവിടെ നിർത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞങ്ങൾ നോക്കണത് ആനേനെയാണ് കേട്ടോ. ഈ ചോലയ്ക്കുള്ളിലാണ് ആനകൾ നിൽക്കണത്. ഇപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു 8 ആനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ട്. ഉണ്ടോ ഏട്ടേ? കാണുന്നുണ്ടോ? ഉണ്ടോ? ഇത് കാണാൻ പറ്റില്ല. അകത്ത് ആ സൈഡില്ല. സൈഡ് മാറി.
കണ്ടോ? രണ്ടെണ്ണം അയ്യോ എനിക്കും കാണണം. രണ്ടെണ്ണം അല്ല, ഒന്ന് രണ്ട് മൂന്ന് ഇപ്പുണ്ട് അവിടെ കൊറേ ഉണ്ട്, പക്ഷെ ആ രണ്ടെണ്ണം മാത്രം. ഗൈസ്, രണ്ട് ആനയെ കണ്ടു കേട്ടോ. നമ്മള് ബൈനോക്കുലർ വെച്ച് നോക്കാം അവിടെ ആന ഉണ്ടോ ഇല്ലയോന്ന്. ആ ഒരു ക്യാപ്പ് ഉണ്ടോ, ആ ക്യാപ്പിന്റെ അവിടെ 8 ആനകൾ നിൽക്കണേ. സ്ഥലത്തിന്റെ പേരാ പെരിയാണക്ക് ഓപ്പോസിറ്റാ, പുതുപ്പറ്റ ഓപ്പോസിറ്റാ. അങ്ങോട്ടില്ല, അത് അങ്ങോട്ടേക്കാ. ഇത് അവിടെ അല്ലേ. എങ്ങനെ അറിയാവോ? അപ്പൊ ഇവിടെ എപ്പോഴും ആന വരും അല്ലേ? ഇവിടെ വരുന്ന സ്ഥലം ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ആ കാണുന്നത് വീടില്ലേ? അവിടൊക്കെ വരും, അവിടൊക്കെ വീടുണ്ട്. പക്ഷെ അതേ കാണാം, ആ കണ്ണ വീട് അവിടെയൊക്കെയോ? അവിടൊക്കെ കാണാൻ വരുന്ന ഇഷ്ടംപോലെ താഴ്ത്തിട്ടുണ്ട്. അപ്പൊ ഈ ആന ആ സ്ഥലത്തിന്റെ പേര് അവിടെ ആന വരുന്ന സ്ഥലമാണ്. അവിടൊക്കെ വീട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ നമ്മുടെ ഇതായിരിക്കും ഈ കട തൊട്ടടുത്ത്. ഈ കാട്ടാന വന്നതിന്റെ കുറെ വീഡിയോസ് ഉണ്ട്. ഞാനപ്പോ അതിന്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയോട് ചേർക്കാം കേട്ടോ. ഈ ചേട്ടന്റെ കടയുടെ അടുത്ത് വന്ന കുറെ ആനകള്, അതിന്റെ കുറെ വീഡിയോസ് ഞാൻ ഈ വീഡിയോയോട് ചേർക്കാവേ. അപ്പോഴത്തേ നമുക്ക് ചേട്ടൻ മാഗി എടുക്കുക കേട്ടോ. മാഗിയും ചായയും പറഞ്ഞിട്ടുണ്ട്. മാഗി നമുക്ക് എടുക്കുവാണ്. ഇതിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, മൂന്നാർ സൈഡ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം ചേട്ടായിക്ക് ആന അവിടെ നിൽക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ചേട്ടായി. അങ്ങനെ നമ്മുടെ മാഗിയൊക്കെ വന്നു. അപ്പോൾ നമുക്ക് മാഗി കഴിച്ച് നോക്കാം കേട്ടോ. അന്ന് വന്നത് അങ്ങനെയാ വന്നത്. ആണോ? അന്ന് വന്നിട്ട് ഇല്ല, ഇത് പറയാൻ പറ്റില്ല. ഇത് ചിലപ്പോൾ ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. കൊറേ ദിവസം അങ്ങോട്ടല്ലേ നിൽക്കുവോ. എപ്പോഴാ ചേട്ടാ ഈ കട അടയ്ക്കണ? 8 മണിക്കാ? ഞങ്ങൾ 8 മണിക്കാ. മഞ്ഞ മാത്രമേ ഞാൻ പറയാൻ പറ്റില്ല. അതെ അതെ, ഈ സമയം ഇത് ഭയങ്കര. അന്ന് കണ്ട ഞങ്ങൾ അവിടെ വെച്ചാ കണ്ടത്. ആ സ്ഥലത്തില് കണ്ടിട്ട് ഞങ്ങൾ ഒരു 7 മണിക്ക് അവിടെ കയറി വന്നത്. 7 മണിക്ക് ഇവിടെ കയറി റോട്ടിൽ വന്നു. അപ്പൊ ആനനെയൊക്കെ കണ്ടു ഞങ്ങൾ. നല്ല മഞ്ഞും ഒക്കെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേ ചൂട് ചായ വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചായ. ചേട്ടായിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചായ. അപ്പം ചേട്ടായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോഴത്തേ നോക്കിയപ്പോൾ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. നല്ലതായിട്ട് നമുക്കത് കാണാൻ പറ്റും. ശരിക്കും നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു മഞ്ഞ്. അടിപൊളി വൈബായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇഞ്ചിയിലൊക്കെ. അപ്പോൾ ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ്. അപ്പം ചേട്ടായിമാരോടൊക്കെ ടാറ്റ ബൈബി പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങുവാണ് കേട്ടോ ഗൈസ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.